ഹലോ കാസക്കാരെ, ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടന്നൊരു വർഷമായിരുന്നു 2024. ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളിൽ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം UCF നടത്തിയൊരു സർവേയിൽ കണ്ടെത്തിയത് 2024 ഇത്തരത്തിൽ 834 അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നാണ്. ചരിത്രത്തിലില്ലാത്തത്ര വലിയ നമ്പർ. ഇത് റിപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഇതിലും കൂടുതൽ കാണും. 2023 ഇത് 734 ഒരു വർഷം കൊണ്ട് 100 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടി. എന്നാൽ ക്രിസ്ത്യൻകൾക്കും കാസക്കാർക്കും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. മോദിക്ക് മുന്നിൽ മുട്ടിലഴയാണ്. തല്ലിക്കോ, എത്ര വേണേലും തല്ലിക്കോ എന്നൊരു മട്ടാണ് ഇവർക്ക്. തല്ലിക്കോ, ഇനിയും തല്ലിക്കോ. ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ഇന്ത്യയിൽ ദിവസവും 2-ലധികം ക്രിസ്ത്യൻ വിശ്വാസികൾ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നു എന്നാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അപകടകരമാം വിധം വർദ്ധിച്ചതിന്റെ നേർ കാഴ്ചയാണ് ഈ റിപ്പോർട്ട്. കാസക്കാരെയും ക്രിസ്ത്യൻകളെയും പോലെ ഉളുപ്പില്ലാത്തവരല്ല കേട്ടോ എല്ലാ ക്രിസ്ത്യാനികളും. അന്തസ്സുള്ള ഒരു പത്രവും ഒരു കത്തോലിക്കനും ഇവിടെയുണ്ട്. ഒരു കത്തോലിക്ക പത്രവും ഒരു കത്തോലിക്കനും. ഈ കത്തോലിക്ക പത്രം എന്ന് പറയുന്നത് ദീപിക തന്നെയാണ്. മോദി കുനിയാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന ക്രിസ്തുവിന്റെ ഭൂമിയിലെ പ്രതിനിധികളെന്ന് അവകാശപ്പെടുന്ന ബിഷപ്പുമാരും പാതിരിമാരുമുള്ള ഈ നാട്ടിൽ അന്തസ്സോടെ തലയുയർത്തിയെന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു പത്രമായിട്ട് ദീപിക മാറിയിട്ടുണ്ട്. മനോരമയെക്കാളും മാതൃഭൂമിയെക്കാളും ഒക്കെ ക്രിസ്ത്യാനികളുടെ ഈ എല്ലാ ക്രിസ്ത്യാനികളും മുട്ടിലിഴയുന്നവരല്ല കേട്ടോ. ജനറലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ കത്തോലിക്കിനെ നിങ്ങൾക്കൊക്കെ അറിയും, ഡെറിക് ഒബ്രിയാൻ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ക്വിസ് മാസ്റ്റർ ആയിരുന്നു. ഇപ്പോൾ രാജ്യസഭയിലെ തീപ്പൊരി പ്രാസംഗികയെ നമ്മൾ എത്രയോ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബംഗാളിന്റെ ശബ്ദമാകാൻ വേണ്ടി മമതാ ബാനർജി രാജ്യസഭയിലേക്ക് അയച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഡെറിക് ഒബ്രിയാൻ. ദീപിക കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ ഒരാഴ്ച മുമ്പ് എഴുതിയൊരു എഡിറ്റോറിയലിൽ ഇവിടുത്തെ സഭാപിതാക്കന്മാർ വരെ പറയാൻ മടിക്കുന്ന കണക്കുകൾ, ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ എണ്ണി പറയുന്നുണ്ട്. അതേസമയം ഡെറിക് ഒബ്രിയാന്റെ വെളിപ്പെടുത്തൽ ക്രിസ്ത്യാനികളായ 20 MP-മാരെ ബിഷപ്പുമാർ ഒരു വിരുന്നിന് വിളിച്ചത്രേ. സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ സഭ മൗനം പാലിക്കരുതെന്ന് ആ വിരുന്നിൽ MP-മാർ ആവശ്യപ്പെട്ട വിവരം പുറത്തു വന്നപ്പോൾ അങ്ങനെ ഒരു മീറ്റിംഗേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് മോദിയെ പേടിച്ചുകൊണ്ട് വാലും ചുരുട്ടി ബിഷപ്പുമാർ ഓടിപ്പോയി. ആ വിരുന്നിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കിത് രണ്ടും പ്രധാനപ്പെട്ടായിട്ട് നോക്കാം. ആദ്യം ദീപിക എഡിറ്റോറിയൽ എന്താ പറയുന്നത് നോക്കാം. വെറുപ്പും വിദ്വേഷവും പരത്തുന്ന ഈ ദീപികയുടെ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് തന്നെ ഈ കണക്കുകൾ കാര്യം പറയുന്നുണ്ട് എന്നാണ് തലക്കെട്ട്. എഡിറ്റോറിയൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. വെറുപ്പും വിദ്വേഷവും പരത്തുന്ന സംഘടനകളുടെ ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന മൗനസമ്മതം ആക്രമോത്സുകമായ വിദ്വേഷത്തെ വളർത്തിക്കഴിഞ്ഞു. വിവരം സർക്കാരിന്റെയും നിയമ സംവിധാനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ തുടങ്ങിയിട്ട് ഏറെ നാളായെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വിവിധ ക്രൈസ്തവ നേതാക്കന്മാർ രാഷ്ട്രപതിക്ക് കത്തെഴുതിയതും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടതും കണ്ടില്ലെന്ന് നടിക്കുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ മതേതര ഭരണഘടനയെ അവമതിക്കുകയാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് BJP അധികാരത്തിൽ വന്ന 2014 127 ആക്രമണങ്ങൾ. പിന്നീട് ഓരോ വർഷവും ഇത് വർദ്ധിച്ച് 2015 142, 16 226, 17 248, 18 292, 19 328, 20 279, 21 505, 22 601, 2023 734, 2024 നവംബർ വരെ 745. ഇങ്ങനെയാണിത് വർദ്ധിച്ചു വന്നത്. പിന്നെ അപ്ഡേറ്റഡ് കണക്കാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. UCFന്റെ ഹോട്ട്ലൈനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കണക്കാണിത്. ഇതിൽ വംശീയതയുടെ മറവിൽ മണിപ്പൂരിൽ നടത്തിയ ക്രൈസ്തവ വേട്ട ഉൾപ്പെട്ടിട്ടേയില്ല. എത്ര എണ്ണം ഉണ്ട് നോക്ക്. അതിൽ ശാരീരികാക്രമണം, കൊലപാതകം, ലൈംഗികാക്രമണം, ഭീഷണി, സാമൂഹിക ബഹിഷ്കരണം, ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, പ്രാർത്ഥന തടയൽ, തിരുരൂപങ്ങൾ തകർക്കൽ എന്നിവയൊക്കെ ഉള്ളങ്ങിയ ഒരു വലിയ ഭീകരമായ റിപ്പോർട്ടാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് നല്ലേപ്പിള്ളിയിലെ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തിയത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭാരവാഹികളായിരുന്നു. അതിനടുത്ത ദിവസമാണ് 8 കിലോമീറ്റർ അകലെയുള്ള തത്തമംഗലത്ത് സ്കൂളിലെത്തിയ വർഗീയവാദികൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും നക്ഷത്രവും എല്ലാം നശിപ്പിച്ചത്. ആലപ്പുഴ ഹരിപ്പാട് മുതുകുളത്ത് ക്രിസ്തുമസ് സന്ദേശം നൽകാനെത്തിയവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. തൃശൂർ പാലിയൂർ പള്ളിയിൽ മൈക്കിന് അനുമതി വാങ്ങിയില്ലെന്ന കാരണത്തിന് കരോൾ ഗാനം മുടക്കിയ SI വിജിത്തിനെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റി പരാതിക്കാരെ അവഹേളിച്ചത് കേരള പോലീസാണ്. ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലും സംഘപരിവാറിന്റെ പരീക്ഷണങ്ങൾക്ക് തടയിടാൻ നമ്മൾക്ക് കഴിയുന്നില്ലെന്ന് തന്നെയാണ്. BJP മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് കേരളത്തിലെ ക്രൈസ്തവരോട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് വോട്ട് രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള അടവു നയമായി വെളിപ്പെടുകയാണ്. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്ന വ്യക്തികളോ ക്രൈസ്തവ നാമധാരികളോ സംഘടനകളോ ഉണ്ടായിരിക്കാം. അത്തരം നിക്ഷിപ്ത താൽപര്യക്കാരുടെ പിന്തുണയോ
ന്യായീകരണങ്ങളോ അല്ല വർദ്ധിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കുള്ള മറുപടി. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആദ്യം ചെയ്യേണ്ടത് സംഘപരിവാർ സംഘടനകളെ നിയന്ത്രിക്കുകയാണ്. എളുപ്പമൊന്നുമല്ലെങ്കിലും അത്തരമൊരു നീക്കം ഇതുവരെ നടന്നിട്ടില്ല. എത്ര ദ്രോഹമേറ്റാലും തിരിച്ചടിക്കാത്ത ക്രൈസ്തവരെ അധികാരത്തിന്റെ ഗർവിൽ ആക്രമിക്കുന്നത് ഭീരുത്വം അല്ലെങ്കിൽ ഫാസിസമാണ്. എന്തൊരു ശക്തമായ വാക്കുകളിലാണ് ദീപിക കാര്യങ്ങൾ പറയുന്നത് നോക്കൂ. ഇനി നമുക്ക് ഡെറിക് ഒബ്രിയാൻ എന്ന രാജ്യസഭാ MP ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തിലേക്ക് വരാം. ഇത് കഴിഞ്ഞ ആഴ്ചയാണ്, ഈ ആഴ്ചയല്ല കേട്ടോ. നിങ്ങളോട് പറയാൻ വൈകിപ്പോയതാണേ. ഒരു വലിയ സഭയുടെ അധ്യക്ഷൻ എന്നോട് പറഞ്ഞു, ആത്മീയ വിഷയങ്ങളിലും ബിഷപ്പുമാർ സഭയെ നയിക്കുന്നത് തുടരണം. എന്നാൽ കത്തോലിക്ക വിശ്വാസികളായ അൽമായർ എന്ന് വിളിക്കപ്പെടുന്ന സാധാരണ കത്തോലിക്ക സഭയുടെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ബിഷപ്പുമാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമായി. ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായി കണക്കാക്കപ്പെടുന്ന ബിഷപ്പുമാർക്കെതിരെ അച്ചടക്കത്തിന്റെ കർശനമായ നിയമങ്ങളാൽ ബന്ധിക്കപ്പെട്ട കന്യാസ്ത്രീകൾ വരെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണയായ ഒരു കന്യാസ്ത്രീ ഡെറിക് ഒബ്രിയാനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്തുമസ് വേളയിൽ ബിഷപ്പുമാരുടെ കൂട്ടം പ്രധാനമന്ത്രിക്ക് ഫോട്ടോ എടുക്കാൻ വേദി നൽകിയത് അംഗീകരിക്കാനാവില്ല. പ്രധാനമന്ത്രിയുടെ വീഡിയോകൾ മാത്രമാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത്. വെറും പൊള്ളത്തരങ്ങൾ. യഥാർത്ഥ വിഷയങ്ങളൊന്നുമില്ല. ബിഷപ്പുമാർക്ക് ആരെ വേണമെങ്കിലും ക്ഷണിക്കാം. എന്നാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട 20 ക്രിസ്ത്യൻ MP-മാരിൽ നിന്ന് ഒരു MP-യെ പോലും ക്ഷണിക്കാത്തത് എന്തുകൊണ്ട്? MP-മാർ ഇല്ലാതെ ഈ ആഘോഷം ആഘോഷിക്കാൻ മോദി വെച്ച ഒരു നിബന്ധനയായിരുന്നോ? ഈ കന്യാസ്ത്രീയുടെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ആ തിരഞ്ഞെടുക്കപ്പെട്ട 20 MP-മാരിൽ ഒരു BJP-കാരൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ മന്ത്രി ജോർജ് കുര്യൻ ഇല്ലേ എന്ന് ചോദിച്ചേക്കാം. അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ MP-യാണ്. കാസക്കാരുടെ ശ്രദ്ധയ്ക്ക് ലോക്സഭയിൽ 293 MP-മാർ ലോക്സഭയിൽ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനുണ്ട്. അതിൽ മരുന്നിന് പോലും ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ ഒരു സിഖുകാരനോ ഇല്ല കേട്ടോ. ഇതൊന്ന് എഴുതി വെച്ചോ ഈ കണക്ക്. ഡെറിക് ഒബ്രിയാൻ ബിഷപ്പുമാർ മോദിയോട് ചോദിക്കേണ്ട എന്ന രീതിയിൽ ചില ചോദ്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കേണ്ട ചില കടുത്ത ചോദ്യങ്ങളുണ്ട്. നിരവധി ക്രിസ്തുമസുകൾ കടന്ന് ഇപ്പോഴെങ്കിലും ഈ ചോദ്യം ചോദിക്കണം. ചോദ്യം നമ്പർ 1: എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുമസ് ദിനം നല്ല ഭരണദിനം, ഗുഡ് ഗവേണൻസ് ഡേ ആക്കാൻ ശ്രമിച്ചത്? 2: ക്രിസ്ത്യൻ സമൂഹം നടത്തുന്ന സ്ഥാപനങ്ങളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ വിദേശ സംഭാവന നിയമം ആയുധമാക്കുന്നത് എന്തുകൊണ്ടാണ്? 3: എന്തുകൊണ്ടാണ് നിങ്ങൾ മണിപ്പൂരിലെ ജനങ്ങളെ പൂർണ്ണമായി അവഗണിച്ചത്? 4: ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 25 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളെ നിങ്ങൾ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുകയും പാസാക്കുകയും ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ ഈ നിയമം ഉപയോഗിച്ച് ക്രിസ്ത്യാനികളെ ക്രിമിനലുകളാക്കുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞത്. 5: എന്തിനാണ് വഖഫ് ബില്ല് വെച്ച് കേരളത്തിൽ ന്യൂനപക്ഷത്തിനെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നത്? 6: എന്തുകൊണ്ടാണ് നിങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങളെയും അസഭ്യമായ വർഗീയ അധിക്ഷേപങ്ങളെയും അവലംബിച്ചുകൊണ്ട് ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്? 7: ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? 8: ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? 9: 2014 മുതൽ 2 തവണ ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട്? 10: ഫാദർ സ്റ്റാൻ സ്വാമിയെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? മോദി ഒരിക്കലും ഓർക്കാൻ ഒരു സാധ്യതയില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മളൊരു ബിഷപ്പുമാരുടെ മീറ്റിംഗിന്റെ വിവരം പറഞ്ഞില്ല, അതിന്റെ വിശദാംശങ്ങൾ പറയാം. ഈ വർഷം 20 ക്രിസ്ത്യൻ MP-മാരെ ബിഷപ്പുമാരുടെ സംഘം 2024 ഡിസംബർ 3 അത്താഴത്തിന് ക്ഷണിച്ചു. പല MP-മാരും ഉന്നയിച്ചത് ഇങ്ങനെ വെറുതെ വിരുന്നിന് വിളിച്ച് അപ്പം മുറിക്കുന്നതിൽ അർത്ഥമില്ല, ഇത്തരം യോഗങ്ങൾക്കൊരു അജണ്ട വേണമെന്നായിരുന്നു. തുടർന്ന് ബിഷപ്പുമാരുടെ സംഘം MP-മാർക്ക് 9 പോയിന്റ് അജണ്ട രേഖാമൂലം വിതരണം ചെയ്തു. എന്നാൽ 90 മിനിറ്റ് നീണ്ട യോഗത്തിൽ ചർച്ച ചെയ്ത വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ബിഷപ്പുമാർ പേടിച്ച് ഓടി. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയേ നടന്നിട്ടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തേണ്ടവർ ക്രിസ്തുവിനെ അപഹസിക്കുന്നവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വെമ്പി. അത്രയേ ഉള്ളൂ കാര്യം. ഈ വിരുന്നിൽ MP-മാർ എന്താണ് ബിഷപ്പുമാരോട് പറഞ്ഞത് എന്നാണ് ഡെറിക് ഒബ്രിയാൻ വെളിപ്പെടുന്നത്. MP-മാർ ആ വിരുന്നിൽ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ഇതൊക്കെയാണ്. 1: മോദിക്ക് വേണ്ടിയുള്ള ഈ ഫോട്ടോ പോസ്റ്റിംഗ് അവസരം ഒരുക്കുന്നത് നിർത്തണം. 2: ഭരണഘടനയെ സംരക്ഷിക്കാത്തവരെ തുറന്നു കാട്ടുന്ന നിലപാട് ക്രിസ്ത്യൻ നേതൃത്വം സ്വീകരിക്കണം. 3: വഖഫ് ബില്ല് വിഷയത്തിൽ മുസ്ലിം സമുദായത്തെ പിന്തുണയ്ക്കണം. 4: ക്രിസ്ത്യൻ സംഘടനകളെ രക്ഷമിട്ട് FCRA പോലുള്ള ലൈസൻസുകൾ റദ്ദാക്കുന്നത് ഉന്നയിക്കണം. 5:
ആരാധനാലയങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെയുള്ള ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഉന്നയിക്കണം. MP-മാർ ഉന്നയിച്ച ഈ വിഷയങ്ങൾ ബിഷപ്പുമാർക്ക് മനസ്സിലായി. പക്ഷേ അവരതിൽ നിശബ്ദത പാലിക്കുന്നത് മോദിയും അമിത്ഷായും നിയന്ത്രിക്കുന്ന ഹിന്ദുത്വയുടെ രഥചക്രങ്ങളായി മാറിയിരിക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന മഹാഭരണ സംവിധാനം തങ്ങളുടെ ചെങ്കോലും അംശവടിയും മിനുങ്ങുന്ന വസ്ത്രങ്ങളും കശുവണ്ടി ടിന്നും പൊടിച്ച് പപ്പടമാക്കുമോ എന്ന് ഭയന്നിട്ടാണ്. സത്യത്തിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ബിഷപ്പുമാർ ഉന്നയിച്ചില്ല എന്ന് പറയരുത്. ഉന്നയിച്ചു, വെറും പേരിന് വേണ്ടി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ല. ഏപ്രിൽ 13 ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കൂട്ടോയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ പ്രതിനിധി സംഘം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചൊരു നിവേദനം നൽകി. ഇന്ന് ദീപികയുടെ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. രാഷ്ട്രപതി ആശങ്ക രേഖപ്പെടുത്തി ഇടപെടാമെന്ന് അറിയിച്ചു. ദിവസങ്ങൾക്കകം കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമുള്ള കൂടിക്കാഴ്ചയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭാപിതാക്കന്മാർ ഇതേ വിഷയത്തിൽ ആശങ്ക അറിയിച്ചു. ആശങ്കകൾ പരിഹരിക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉറപ്പുണ്ടായി, ആശംസകളുണ്ടായി, പക്ഷേ നടപടി യാതൊന്നും ഉണ്ടായില്ല. ഇത്രയും ദിവസമായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ അതിനുശേഷവും നടന്നു. അങ്ങനെ 2024 മികച്ച ആക്രമണ വർഷമായി മാറി. ലോക പ്രശസ്ത പീസ് ആക്ടിവിസ്റ്റായ ജെസ്യൂട്ട് പുരോഹിതൻ ഫാദർ സെഡ്രിക് പ്രകാശിനെ ഉദ്ധരിച്ചുകൊണ്ട് ഡെറിക് ഒബ്രയാൻ എഴുതുന്നുണ്ട്. ഇന്ത്യയിലെ സഭാ നേതൃത്വത്തിന് മരവിപ്പ് ബാധിച്ചിരിക്കുന്നു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ദുരിതമനുഭവിക്കുന്നവരെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ നിലവിളികൾ അവരുടെ ഹൃദയവും കാതും ശ്രദ്ധിക്കുന്നില്ല. ഈ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടെങ്കിൽ പോലും തങ്ങളുടെ അലമാരയിലെ അസ്ഥികൂടങ്ങൾ പുറത്തെടുക്കുന്ന ഭരണകൂടത്തെ അവർ ഭയപ്പെടുന്നതായി തോന്നുന്നു. ഇതൊന്നും ക്രിസ്ത്യൻ ശിഷ്യത്വത്തിന് ചേർന്നതല്ല എന്നാണ് ജെസ്യൂട്ട് പുരോഹിതർ ഇന്ന് ബിഷപ്പുമാരെ ചൂണ്ടി പറഞ്ഞത്. ക്രിസ്തുവിന് മുമ്പ് BC 8-ാം നൂറ്റാണ്ടിൽ ജീവിതം പഴയ നിയമത്തിലെ ആമോസ് പ്രവാചകൻ രോഷാകുലനായി പറയുന്നൊരു കാര്യമുണ്ട്. ദരിദ്രനും വിധവയ്ക്കും അനാഥനും അധികാരമില്ലാത്തവനും വേണ്ടി സംസാരിക്കേണ്ട സഭാപുരോഹിതന്മാർ അനീതിക്കെതിരെ കണ്ണടയ്ക്കുമെന്ന്. അതുകൊണ്ട് യഹോവയുടെ ശബ്ദമായി ആമോസ് പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കയില്ല താനും. നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കും, അവയിലെ വീഞ്ഞ് കുടിക്കുകയില്ല താനും. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല.